ബുറാഖിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്: പ്രകാശത്താലുള്ള ജീവിയാണ് ബുറാഖ്. കുതിരയേക്കാൾ ചെറുതും കോവർ കഴുതയേക്കാൾ വലുതുമായിട്ടുള്ള ജീവിയാണ് ബുറാഖ്. നമ്മുടെ കണ്ണെത്തുന്നിടത്താണ് അതിന്റെ കാലെത്തുക. അത്രയും വേഗതയുള്ള ജീവിയായിരുന്നു ബുറാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബുറാഖിന്റെ പുറത്തേക്ക് കയറാൻ പറയുകയാണ് ജിബ്രീൽ. ആ സമയത്ത് ബുറാഖ് ഒന്ന് വിസമ്മതിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിനോട് പറയുന്നുണ്ട്: ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് നിന്റെ പുറത്ത് കയറാൻ പോകുന്നത്, നീ അടങ്ങ് ബുറാഖേ. ബുറാഖ് വളരെ സൗമ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുട്ടുമടക്കുകയാണ്. അങ്ങനെ അവർ ബുറാഖിന്റെ പുറത്ത് കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയാവുകയാണ്. 1500ഓളം കിലോമീറ്റർ വരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് അന്ന് മക്കക്കാർ മാസങ്ങളോളം എടുത്തായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ പ്രകാശ നിമിഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയാവുന്നത്. ഈ യാത്രയിൽ പല കാഴ്ചകളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. പോകുന്ന വഴിയിൽ മൂസാ നബിയുടെ ഖബറും മൂസാ നബി അതിൽ നിന്ന് നിസ്കരിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തി. അവിടെ അന്നുവരെ നിയോഗിക്കപ്പെട്ട എല്ലാ അംബിയാ മുർസലീങ്ങളും അവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും അവിടെ നിന്ന് നിസ്കാരത്തിന് ഇമാം നിൽക്കുകയാണ്. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അംബിയാ മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള നബി എന്നും പ്രവാചകനെന്നും നമ്മോട് വിളിച്ചു പറയുകയാണ്.